ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് 32ാമത്തെ ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് ഹൗസിനുള്ളിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ ഈ സീസൺ 6-ൽ ഒരു ഫൺ എലമെൻസും ഉണ്ടായിരുന്നില്ല. എല്ലാം അടി ഇടി ബഹളം മൊത്തം. ഇതുവരെ ഇന്ന് 32 ദിവസമായിട്ടും ഫൺ എലമെൻസ് ആയിട്ട് ഒന്നും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷേ ഇന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന സിബിൻ ലീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ടീമിൻ്റെ ഒരു അടിപൊളി സ്കിറ്റ് ഉണ്ടായിരുന്നു. പേഴ്സണൽ ഹൈജീനും ബാത്റൂമിലെ ഹാൻഡ്ലിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സ്കിറ്റായിരുന്നു. ഒരേ ടൈമിൽ ഫണ്ണും അതേസമയം ചിന്തിപ്പിക്കുന്നതും നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി സ്കിറ്റായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ബിഗ് ബോസ് വരെ പറഞ്ഞു മക്കളെ അടിപൊളിയായിട്ടുണ്ടെന്ന്. പവർ ടീമിന് വേണ്ടിയിട്ടുള്ള 3ാമത്തെ ചലഞ്ചായിരുന്നു ഇന്ന്. വടംവലി മത്സരമായിരുന്നു. പവർ ടീമിൽ അപ്സര, അർജുൻ, റസ്മിൻ, ഗബ്രി. ടണൽ ടീമിലാണെങ്കിൽ അഭിഷേക്, പൂജ, ശരണ്യ, ഋഷി. ഇവർ തമ്മിലൊരു വടംവലി വെച്ച് കഴിഞ്ഞാൽ ആര് ജയിക്കുമെന്ന് ആലോചിക്കുന്നതിന് മുമ്പേ ബിഗ് ബോസ് പറഞ്ഞു മറ്റുള്ള ഗ്രൂപ്പ്സിന്, അതായത് ഡെന്നിനെയും നെസ്റ്റിനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമ്പയിൻ ചെയ്ത് നിങ്ങളെ ഗ്രൂപ്പിലോട്ട് കൊണ്ടുവന്ന് വടംവലി മത്സരത്തിൽ പങ്കെടുപ്പിക്കാമെന്ന്. അങ്ങനെ പവർ ടീമും ടണൽ ടീമും ഓരോ ടീമിനെയും പോയി കണ്ട് ക്യാമ്പയിൻ ചെയ്യാൻ നോക്കി. പക്ഷേ നെക്സ്റ്റ് ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളാരെയും അതായത് നെക്സ്റ്റ് ടീമിലെ ഒരു മെമ്പേഴ്സിനെയും അവർ വരുന്ന ആഴ്ചയിൽ നോമിനേറ്റ് ചെയ്യില്ല. അഥവാ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ നോമിനേഷൻ ഫ്രീ ആക്കണം എന്നുള്ള കണ്ടീഷൻ്റെ പുറത്ത് നെക്സ്റ്റ് ടണലിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരുന്നു. അപ്പോഴത്തേക്കും ബിഗ് ബോസ് ചോദിച്ചു ആരാണ് ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോഴത്തേക്കും നെക്സ്റ്റ് ടീം എണീറ്റുന്നു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബാക്കി ആരും എണീറ്റില്ല. എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരുന്നത് ജിൻഡോയാണ്. ജിൻഡോ കയറി കഴിഞ്ഞാൽ ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിന്നിട്ട് ജിൻഡോ എഴുന്നേൽക്കുന്നില്ല, ജിൻഡോയുടെ ടീമും എഴുന്നേൽക്കുന്നില്ല. അപ്പോഴത്തേക്കും ശ്രീരേഖയും സിബിനും ഒക്കെ ജിൻഡോയെ പ്രലോഭിപ്പിച്ചു. നിങ്ങൾ വ്യക്തിപരമായിട്ട് അഭിപ്രായം ഗ്രൂപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വ്യക്തികൾക്ക് വേണമെങ്കിലും ചേരാമെന്നൊക്കെ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ജിൻഡോ ചാടി വീണു. ജിൻഡോ ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായിട്ട് 3ാമത്തെ റൗണ്ട് പോവേണ്ടി വന്നില്ല. 2ാമത്തെ റൗണ്ട് ആയപ്പോൾ തന്നെ ടണൽ ടീം വിജയിച്ചു. ഇനി അടുത്ത പവർ ടീമിലേക്ക് ടണലാണ്. ഇനി എങ്ങനെയാണ് കളിയെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ടണൽ ടീം ആണ് പവർ ടീമിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടക്കുകയാണ്. പൂജയും ശരണ്യയും തമ്മിൽ. അവർ ഡയറക്റ്റ് നോമിനേഷൻ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗബ്രിയാണ്. ഗബ്രി പോയി കഴിഞ്ഞാൽ, ഗബ്രി നോമിനേഷനിൽ വന്നു കഴിഞ്ഞ് ഗബ്രി എവിക്റ്റായി കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കളി മാറുമോ അതോ ജാസ്മിൻ കൂടുതൽ ഡൗൺ ആവുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എന്തായാലും പൂജയുടെ ടാർഗറ്റ് ഗബ്രിയാണ്. ഗബ്രിയെ നോമിനേറ്റ് ചെയ്യാനാണ് പൂജയും ശരണ്യയും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം പിന്നെ വരുന്ന രംഗങ്ങളെന്ന് പറയുന്നത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വീണ്ടും അവർക്കൊരു മാറ്റവുമില്ല. ആസ് യൂഷ്വൽ ഗബ്രി പറയുന്നു ഞാനാണ് നെഗറ്റീവ്, ഞാൻ പുറത്തു പോയാൽ എല്ലാം ശരിയാവും, ഞാനാകർന്ന് പോവേണ്ടതെന്ന്. ജാസ്മിൻ പറയുന്നു ജാസ്മിനാണ് നെഗറ്റീവ്, ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് നിനക്കും കൂടി നെഗറ്റീവ് ആവുന്നത് പുറത്ത്, അതുകൊണ്ട് അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ ഞാൻ വന്ന് ഞാൻ എവിക്റ്റ് ആവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ജാസ്മിൻ പറയുന്നു. ഇവർ രണ്ടുപേരും കൂടി തർക്കിച്ചൊരു തീരുമാനത്തിലെത്തി ആരെങ്കിലും ഒന്ന് പുറത്തു പോരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം. ജാൻമണിയുടെ ഒരു ഇമോഷണൽ സീൻ ആസ് എ ട്രാൻസ്ജെൻഡർ. അങ്ങനെ ഈ സ്പെഷ്യൽ ഡേ ഒക്കെ അങ്ങനെ കളറായിട്ട് പോയി. അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും നോറയുടെയും അൻസിബയുടെയും അപ്പോൾ അവരുടെ 4 പേരുടെയും ഫാമിലിയുടെ ഈദ് വിഷ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. ആദ്യം ജാസ്മിൻ്റെ ആയിരുന്നു. ആദ്യം ലാലേട്ടൻ വന്നു, ഈദ് വിഷ് ചെയ്തു. അതിനുശേഷം ജാസ്മിൻ്റെ ഫാമിലി വന്നു. ജാസ്മിൻ്റെ ഗെയിമിനെ പറ്റിയിട്ട് യാതൊന്നും അവരെ പാരൻസ് പറഞ്ഞില്ല. ജസ്റ്റ് ഫോർമാലിറ്റിയുടെ പുറത്ത് ഈ മകൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈദ് വിഷ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഈദിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എപ്പിസോഡിൻ്റെ എൻഡിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സരയും ജാൻമണിയും ശ്രീതുവും ശരണ്യയും കൂടി ഉള്ള ഒരു കോൺവെർസേഷനാണ്. ജാൻമണി അപ്സരയോട് പറയുകയാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് അപ്സരയും അർജുനും കഴിഞ്ഞ വീക്കിൽ എന്നെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ജാൻമണി അപ്സരയെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അപ്സര പറഞ്ഞു തെറ്റ് കണ്ടാൽ കൂട്ടുകാരാണെങ്കിലും ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെ, തെറ്റ് കണ്ടാൽ ആരാണെങ്കിലും ഞാൻ നോമിനേറ്റ് ചെയ്യും, ഇനിയും ഞാൻ നോമിനേറ്റ് ചെയ്യും, ഞാൻ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുമെന്ന് അപ്സര വീണ്ടും ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു.
അപ്പോഴത്തേക്കും ജാൻമണി വീണ്ടും എന്നെ നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് ജാൻമണിക്ക് ഹേർട്ടായി. ജാൻമണി വീണ്ടും കൺട്രോൾ പോയി. അവർ തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഒടുവിൽ അപ്സര വളരെ ഇമോഷണലായിട്ട് ഇനി ജാൻമണി എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അപ്സര എഴുന്നേറ്റ് പോവുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം ശരണ്യ ഇടപെട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസായി. 6 വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതോടുകൂടി ഹൗസിനുള്ളിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതോടുകൂടി എല്ലാവർക്കും ഏകദേശം മനസ്സിലായി അപ്സരയാണ് ഇപ്പോൾ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് എല്ലാവരും ഏറെക്കുറെ ഇന്നലെ അൻസിബ, ഇന്ന് സിബിൻ, പിന്നീട് ജാൻമണി ആ കൂട്ടത്തിൽ കൂട്ടേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല. എന്നാലും അവരൊക്കെ അപ്സരയെ ടാർഗറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ കളികൾ ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.